ഹായ് ഗായ്സ്, എന്തല്ല. അപ്പോൾ നമ്മൾ മഹാബലിപുരത്തെ ലൈറ്റ് ഹൗസ് നിന്ന് കാണുന്ന വ്യൂ ആണ്. അപ്പോൾ നമ്മൾ മഹാബലിപുരത്തെ ബീച്ചിലെ സൈഡിൽ നിന്നൊക്കെ അത് കാണാൻ പറ്റും. ആ ബീച്ചൊക്കെ അവിടെ നിന്ന് നന്നായി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴിയാണ്. ആ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ ഗ്രീനറി ആയിട്ടുള്ള മരങ്ങളുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പാറകളും വേറെ ഏതൊരു പ്ലേസിലൊക്കെ പോയ പോലെയുണ്ട്. മഹാബലിപുരം ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് നമുക്ക് ചെന്നൈക്കാർക്കൊക്കെ ഭയങ്കര രസമാണ് ഇടയ്ക്കൊക്കെ പോയി കാണാനായിട്ട്. നിങ്ങൾ കേരളത്തിലാണ് ഉള്ളതെങ്കിൽ എന്തായാലും ഈ മഹാബലിപുരം ചെന്നൈയിൽ വന്ന് വിസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചെന്നൈയിൽ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിലും വിസിറ്റ് ചെയ്യണം. കാരണം അത്രയ്ക്ക് മസ്റ്റ് വിസിറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഒരു ജനൽ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് സ്റ്റെപ്സൊക്കെ കയറാനുണ്ട്. കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു നമ്മളെ ലൈറ്റ് ഹൗസിൽ കയറാനായിട്ട്. ഈ പാറകളുടെ ഇടയിലൂടെയാണ് നടക്കേണ്ടത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഞാൻ ഇവിടെ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്, ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ വ്ളോഗൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പണ്ടൊക്കെ ഇവിടെ വന്ന് എനിക്ക് ബോറടിച്ചത് ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാറുണ്ടായിരുന്നില്ല മുൻപൊന്നും. വ്ളോഗ് എടുക്കാൻ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് വന്ന് ബോറടിച്ച സ്ഥലമാണെങ്കിൽ ഒന്ന് വ്ളോഗ് എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന്. നടന്ന് ഒരു മലേൻ്റെ മണ്ടിക്കെത്തി പോലെ ഉണ്ട് കാണാനായിട്ട്. കാരണം അവിടെ അടുത്ത് അമ്പലം പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ സ്റ്റെപ്സൊക്കെ കയറി പോവുകയാണ്. അവിടെ നിന്ന് ഓരോ കാഴ്ചകൾ കാണാനുണ്ട്. അവിടെ നിന്നും വേറെ എന്തൊക്കെയോ ഉണ്ട് കാണാൻ. ലൈറ്റ് ഹൗസിൻ്റെ പുറത്തും എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ മേലെ എത്തിയപ്പോൾ ഈ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒന്നൊന്നര വ്യൂ ആണ്. കണ്ടില്ലേ നഷ്ടമായിപ്പോയതിനെ. കാരണം ബീച്ച് സൈഡൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ബീച്ചൊക്കെ കാണാൻ പറ്റും. സൈഡിൽ ഇതുപോലെ റോഡൊക്കെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ മഹാബലിപുരത്തെ തന്നെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ആ കല്ലും കാര്യങ്ങളൊക്കെ ഒരു പാറ പോലെയാണ് എല്ലാം കാണുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു മല പോലെയൊക്കെ. നമ്മൾ അങ്ങനെ മേലെ കയറി വന്നതാണല്ലോ. അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു, എനിക്കും ചെറിയ പേടിയായിരുന്നു. എനിക്കിതിൻ്റെ മേലെ കയറിയപ്പോൾ ഹാപ്പിയും എക്സൈറ്റ്മെൻറ്റും കുറച്ച് ഭയാനകമായിരുന്നു. നല്ല കാറ്റുണ്ട്. കാരണം താഴേക്ക് അങ്ങനെ വീഴുമോ എന്നുള്ള പേടി. അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് ഈ ഒരു ലൈറ്റ് ഹൗസിന്. അവരുടെയൊക്കെ ഫേസൊക്കെ കണ്ടില്ലേ, കുറച്ച് പേടിയായിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കയറിയപ്പോൾ തന്നെ. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം CA വൈഷ്ണവ് വ്ളോഗ്സ്. ടാറ്റ, സീ യു ഗൈസ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.